സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരി ഓം. ഭഗവാന്റെ ജന്മം ഇവിടെ ആഘോഷിച്ചു. ഭഗവാനെ നന്ദഗോകുലത്തിലേക്ക് എത്തിച്ചതുവരെയാണ് ഇവിടെ ആചാര്യൻ അനുസ്മരിച്ചത്. യശോദയുടെ മകളായി ജനിച്ച ആ മായാദേവിയെ വസുദേവര് തിരിച്ച് കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗം മുതലാണ് ഇവിടെ ഇനി അനുസ്മരിക്കുന്നത്. എപ്പോഴാണോ ആ മായാദേവിയെ വസുദേവര് കാരാഗൃഹത്തിലെത്തിച്ചത്, ആ സമയത്ത് തന്നെ കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു എന്ന് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ശ്രീകൃഷ്ണ മഹാപ്രഭുവിനെ എപ്പോഴാണോ വസുദേവര് കയ്യിലെടുത്തത്, ആ സമയത്ത് ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോയി. അതായത് പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പൊന്നു ഗുരുവായൂരപ്പനെ നമുക്ക് ധരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ബന്ധനങ്ങളും ഇല്ലാതെയാകുന്നു എന്ന് കാട്ടിത്തരുന്നു ശ്രീമദ് ഭാഗവതം. എന്നാൽ മായാബന്ധനം, ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഒട്ടി നിൽക്കുന്ന സമയത്ത് നാം ബന്ധിക്കപ്പെടുന്നു. അപ്പോൾ ബന്ധനമാണോ വേണ്ടത്? അല്ല, ഈ ബന്ധനത്തിൽ നിന്നുള്ളൊരു മോചനമാണോ വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് കാപിലത്തിലും പറഞ്ഞത്. ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സെടുക്കുമ്പോൾ അത് മുക്തിക്കായിക്കൊണ്ടും, എന്നാൽ വിഷയസുഖങ്ങൾക്കാവുമ്പോൾ അത് ബന്ധനത്തിനായിക്കൊണ്ടും എന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മായാദേവിയെ വസുദേവർ എപ്പോഴാണോ കാരാഗൃഹത്തിലേക്ക് എത്തിച്ചത്, ആ സമയത്ത് തന്നെ വാവിട്ട് കരയാൻ ആരംഭിച്ചു ശിശു. അവിടെയുള്ള കാവൽക്കാരൊക്കെ എഴുന്നേറ്റതും ആചഖ്യുർഭോജരാജായ യദുദ്വിഗ്ന പ്രതീക്ഷത്തെ, ഏത് ജന്മത്തെയാണോ കംസൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഉത്കണ്ഠാകുലനായിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ജന്മവൃത്താന്തത്തെ കംസനെ അറിയിച്ചു അവിടെയുള്ള ഭടന്മാർ. പെട്ടെന്ന് തന്നെ കംസൻ തൻ്റെ മുടിയൊക്കെ അഴിഞ്ഞുലഞ്ഞ കാരാഗൃഹത്തിലേക്ക് എത്തുന്നതും ആ കുട്ടിയെ കാണുന്നത്, ആ സമയത്ത് ദേവകീദേവിയുടെ വാക്കുകൾ, സ്നുഷേയം തവ കല്യാണ, അല്ലയോ മംഗളശീലനായിരിക്കുന്ന ഏട്ടാ, സ്നുഷ മരുമകളാണിത്, മരുമകനല്ല. ദേവകിയുടെ 8ാമത്തെ ഗർഭം ഒരാൺകുട്ടിയാവുമെന്നാണ് അശരീരി ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരു ദേവകി പറയുന്നത് സ്നുഷേയം തവ കല്യാണ സ്ത്രീയമ്മ ഹന്തുമർഹസി. ഒരു സ്ത്രീയെ കൊല്ലുന്നത് നല്ലതല്ല. കാരണം ഈശ്വരേച്ഛയ്ക്ക് അധീനനായിട്ട് അവിടുന്ന് എത്രയെത്രയോ എൻ്റെ കുട്ടികളെ കൊന്നുകളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പുത്രികൈകാ പ്രതീയതാം, ഒരു പുത്രിയെ എനിക്ക് അവിടുന്ന് തരൂന്ന, ഈ മകളെയെങ്കിലും നോക്കാനായിട്ട് തരണേയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചേർത്ത് പിടിച്ചു ആ മകളെ ദേവകീദേവി. ഉപഗുഹ്യാത്മജാമേവം രുദത്യാ ദീനദീനവത് യാജിതസ്താ വിനിർഭത്സ്യ ഹസ്താത് ആജിച്ഛിതേ ഖലഹ. ഇതൊന്നും കേട്ടില്ല കംസൻ. കൈകൊണ്ടങ്ങോട്ട് പിടിച്ചു ആ കുട്ടിയെ. കാലിനാണ് പിടിച്ചത്. ആ പാദഗ്രഹണം കംസൻ ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ. അതുകൊണ്ട് തന്നെ കംസൻ്റെ മനസ്സിൽ എവിടെയോ ചില നന്മകൾ പിന്നീടുണ്ടായി എന്ന് കാണാം. അങ്ങനെ ആ ശിലയിലേക്ക് അടിക്കാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് സാ തദ്ഹസ്താത് സമുത്പത്യാ സദ്യോ
ദേവി അംബരം ഗത, ആകാശത്തേക്ക് ഉയർന്ന് അദൃശ്യത, കാണപ്പെട്ടു. എങ്ങനെയാണ് കാണപ്പെട്ടത്? അനുജാ വിഷ്ണോ സായുധാഷ്ടമഹാഭുജ. ആ അമ്മയുടെ തിരുസ്വരൂപത്തെയാണ് ശ്രീമദ് ഭാഗവതം കാണിച്ചു തരുന്നത്. ശ്രീകൃഷ്ണ വിലാസകാവ്യത്തിൽ പറയും, ഉത്പ്ലുത്യ സാവോംനി ജവാദതിഷ്ഠത് ശസ്ത്രോത്കടാദർശിത ദിവ്യരൂപ. അങ്ങോട്ട് ഉയർന്ന് പൊങ്ങിയിട്ട് ശസ്ത്രോത്കട ദർശിത ദിവ്യരൂപ. അങ്ങനെ ആ ദിവ്യരൂപത്തെ കാണിച്ചുകൊണ്ട് അനേകം ആയുധങ്ങളും ആഭരണങ്ങളും അതുപോലെ വസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞ് അതിമനോഹരിയായ ദേവി കിമ്മയാ ഹതയാ മന്ദ ജാതഖലു തവാന്തകൃത്. അല്ലേ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടൂ എന്ന് പറഞ്ഞതുപോലെ എന്നെ വധിച്ചതുകൊണ്ടൊരു കാര്യമില്ല, നിൻ്റെ അന്തകനിതാ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് യാത്രയായി ബഹുനാമനികേതേഷു ബഹുനാമ ബഭൂവഹ. കന്യാകുമാരി മുതൽ കാശ്മീരം വരേക്കും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അമ്മയുടെ ദിവ്യഗേഹങ്ങൾ. കന്യാകുമാരി ദേവിയായിട്ടും ആറ്റുകാൽ അമ്മയായിട്ടും അതുപോലെ ചെട്ടികുളങ്ങര ഭഗവതിയായിട്ടും എന്ന് വേണ്ട, നമുക്ക് ശാരദാദേവി വരെ അനേകമനേകം പേരുകളിൽ നിന്നും അനുഗ്രഹിച്ചുകൊണ്ട് ആ അമ്മ സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഇതാണ് ആ അമ്മയ്ക്ക് കൊടുത്ത അനുഗ്രഹവും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അത് കേട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് കൊടുത്ത അനേകം നാമങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നാമങ്ങളോടുകൂടി അമ്മ ഇന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടുകൂടി ദേവകിയെയും വസുദേവരെയും അവിടുന്ന് മുക്തനാക്കിയ കംസൻ ദൈവമപി അനൃതം വ്യക്തി എന്നാ പറഞ്ഞതേ. കാരണം അശരീരി വാക്ക് പോലും ഇപ്പോൾ തെറ്റായി മാറി എന്നാണ് കംസൻ വിചാരിക്കുന്നത്. കാരണം ആൺകുട്ടിയാണ് കംസനെ വധിക്കുന്നതെന്ന അശരീരി വാക്കുണ്ടായത്, പക്ഷേ ഇപ്പോൾ പെൺകുട്ടിയല്ലേ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദൈവമപി അനൃതം വക്രി ന മർത്യായേവ കേവലം. മനുഷ്യന്മാർ മാത്രമല്ല, ദൈവം പോലും, അതായത് അശരീരി വാക്ക് പോലും തെറ്റായിട്ടിതാ വന്നിരിക്കുന്നു, അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വേദാന്ത പ്രസംഗം അവിടെ നടത്തുന്നു കംസൻ. ജന്തവോ ന സദൈകത്ര ദൈവാധീനാസ്തദാസതേ എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഈശ്വരേച്ഛയ്ക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെയധികം സാന്ത്വനിപ്പിക്കുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം. ആ സമയത്ത് വസുദേവർ വളരെയധികം മനസ്സമാധാനത്തോടുകൂടി പറയുന്ന ചില വാക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കണം. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ അജ്ഞാനം ഉണ്ടാവുന്നത്, അപ്പോഴാണ് നമ്മുടെ മനസ്സ് ലഘുവാകുമ്പോഴാണ് ഇതെൻ്റേതെന്നും ഇത് നിൻ്റേതെന്നുമൊക്കെയുള്ള ഭാവം ഉണ്ടാവുന്നത്. അജ്ഞാന പ്രഭാവ അഹം ധീഹി. അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന ആ ഞാനെന്ന ബോധമാണ് എന്തുണ്ടാക്കുന്നത്? സ്വപരേതിഭിത, സ്വം പരം എന്നിങ്ങനെയുള്ള ബോധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അജ്ഞാനമാണ് നമ്മെ ബന്ധിച്ചിരിക്കുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു ഞാനെന്ന ബോധം അല്ലെങ്കിൽ നീ എന്ന ബോധം ഉണ്ട്. രണ്ടെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ അവിടെ അജ്ഞാനം ആണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളവർ എന്ത് മനസ്സിലാക്കണില്ല? പരമാത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കണില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് യാത്രയാവുന്ന രംഗവും, തുടർന്ന് കംസൻ തൻ്റെ മന്ത്രിമാരെ വിളിച്ചുകൂട്ടുന്ന രംഗം, പ്രാതഃ പ്രലംബ പ്രമുഖാനമാത്യൻ സർവാൻ സമാഹൂയ സ ഭോജരാജ എന്നൊക്കെ നമുക്ക് മറ്റ് കാവ്യങ്ങളിൽ കേൾക്കാൻ സാധിക്കും. എല്ലാ മന്ത്രിമാരെ ഞങ്ങൾ വിളിച്ചുകൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് തീരുമാനിച്ചു, 10 ദിവസം കഴിയാത്ത, അതായത് 10 ദിവസം പ്രായമായ എല്ലാ കുട്ടികളെയും അങ്ങോട്ട് കൊന്നൊടുക്കാനാണ് തീരുമാനം. അനിർദ്ദശ നിർദ്ദശാംശ്ച ഹനിഷ്യാമോദ്യ വൈ ശിശൂൻ. അങ്ങനെയുള്ള കുട്ടികളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല മൂലം ഹി വിഷ്ണുർദേവാനാം,
ഈ ദേവന്മാരുടെയൊക്കെ ആധാരം എന്താണെന്ന് ചോദിച്ചാൽ അത് വിഷ്ണുവാണ്. സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനാണ് ദേവന്മാരുടെയൊക്കെ ആധാരം. എന്നാൽ അവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഭഗവാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ എത്ര ധർമ്മ സനാതന, എവിടെയാണോ സനാതനമായിരിക്കുന്ന ധർമ്മം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നതാണ് സനാതനധർമ്മത്തെക്കുറിച്ചിട്ട്. പക്ഷേ സനാതനധർമ്മം എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് സപ്തമസ്കന്ധത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സനാതനധർമ്മം എവിടെയാണുള്ളത്, അവിടെയാണ് ഭഗവാനുള്ളത് എന്ന് പറയണു. അതുപോലെ ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഭഗവാനാണെന്ന് കാട്ടിത്തരുന്നു ശ്രീമദ് ഭാഗവതം ഇതിലൂടെയും. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിന തപസ്വിനോ യത്നശീലാൻ ഗാശ്ചഹന്മോ ഹവൃദുഘാഹ. അതുകൊണ്ട് ഈ സനാതനധർമ്മം ഇല്ലാണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ബ്രഹ്മജ്ഞരെ നശിപ്പിക്കുക, പശുക്കളെ നശിപ്പിക്കുക, അതുപോലെ യാഗാദികൾ ഇല്ലാണ്ടാക്കുക, തപസ് തുടങ്ങിയത് ഇല്ലാണ്ടാക്കുക. ഇതൊക്കെയല്ലേ ഇന്നും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങളെ ഒക്കെ നശിപ്പിച്ചാൽ അവിടെ സനാതനധർമ്മത്തിന് കോട്ടം വരുമെന്ന് കരുതുന്നു ചില ആളുകൾ. ഇവിടെയും ഭാഗവതത്തിലും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ഭഗവാനെ ഇല്ലാതാക്കുക എന്നതാണ് ഇവിടുത്തെ ചിന്ത. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്താ? തദ്വധോപായോ യദൃഷീണാം വിഹിംസനം, ഋഷീശ്വരന്മാരെയൊക്കെ നശിപ്പിക്കുക. ഇതൊക്കെയാണ് കംസൻ്റെ സദസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഏതോ ഒരു കാലത്ത് നടന്ന കഥയാണോ? ചിന്തിച്ചു നോക്കുക. ഇന്നും ഈ സനാതനധർമ്മത്തിനെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ രീതിയിലല്ലേ പോകുന്നത്? സജ്ജനങ്ങളെ അവഹേളിക്കുക, പശുക്കളെ അവഹേളിക്കുക. ഇന്നും ഈ കഥ പ്രസക്തമാണ്. സനാതനധർമ്മം ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെയെന്നതാ പണ്ടും ഇന്നും നമുക്ക് പ്രസക്തമായിട്ട് ഈ ഭാഗവത ഭാഗത്തെ ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളെടുത്തു. നന്ദഗോകുലത്തിലാണെങ്കിൽ ഭഗവാൻ ജനിച്ചതിൻ്റെ ആഘോഷം നന്ദസ്തു ആത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാത ശുചിരലങ്കൃത വാചയിത്വാ സ്വസ്ത്യയനം ജാതകർമാത്മജസ്യ വൈ. തൻ്റെ ഉണ്ണി ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ആ ഉണ്ണിക്ക് ജാതകർമാദികളെ ചെയ്ത് പിതൃക്കളെയും ദേവന്മാരെയൊക്കെ അർച്ചിട്ട് വേണ്ടതുപോലെ ആ നന്ദഗോപർ ആഘോഷിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. പശുക്കൾ ദാനം ചെയ്യുക, അതുപോലെ പശുക്കളൊക്കെ നല്ല മനോഹരങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ ധരിച്ചിങ്ങനെ നിൽക്കുക. ഗോപികമാർ അതിമനോഹരങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭഗവാന്റെ ആ വീടിന് മുമ്പിൽ വരി നിൽക്കുന്ന രംഗവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയുള്ള ഗോപന്മാരും ഗോപികമാരും ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിപുഹു. അങ്ങനെ അവർ പാലും തൈരും വെണ്ണയും ഒക്കെ പരസ്പരം ഒഴിച്ചും എറിഞ്ഞും കളിക്കുന്ന ഒരു ആഘോഷം നന്ദഗോകുലത്തിലുണ്ടായതായിട്ട് കാണാം. പക്ഷേ അന്നു മുതൽ ആ നന്ദഗോകുലത്തിലെ ചില മാറ്റങ്ങൾ എല്ലാവരും കണ്ടു എന്നാണ്. തതഃ ആരഭ്യ നന്ദസ്യ വ്രജ സർവസമൃദ്ധിമാൻ ഹരേർ നിവാസാത്മഗുണൈ രമാക്രീഡവഭൂനൃപ. അന്നു മുതൽ ആ നന്ദഗോകുലത്തിൽ എന്തെന്നില്ലാത്ത ഒരു സമൃദ്ധി. കാരണം ഭഗവാന്റെ പ്രിയപത്നിയായിരിക്കുന്ന ലക്ഷ്മി ദേവി അവിടേക്ക് എത്തിച്ചേർന്നു. കാരണം എപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കാണ് ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നത്. പക്ഷേ സുകുമാരകവി പറയും, ലക്ഷ്മിയെ പോലും മറന്ന് പാലാഴിയെ പോലും മറന്നുകൊണ്ടാണ് ഭഗവാൻ ആ ഗോകുലത്തിൽ ആനന്ദിച്ചത് എന്ന് പറയും. മുഗ്ധഭാവമധുരേണ രഞ്ജയൻ ശൈശവേന ഹൃദയം വ്രജൗകസാം ഗോകുലേ സവിജഹാര കേശവ ക്ഷീരവാരിനിധിമപ്യചിന്തയൻ.
തൻ്റെ ആ ശൈശവം കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ച് ഗോകുലത്തിൽ വിജഹാര കളിക്കാൻ ആരംഭിച്ച ആ കേശവൻ എങ്ങനെയാ തൻ്റെ പാലാഴിയെപ്പോലും മറന്നു. എന്തായാലും ഈ കൃഷ്ണാവതാരം ഒന്ന് കേമാക്കുക തന്നെ എന്ന് വിചാരിച്ചു കൊണ്ടുള്ള ആ ഭഗവാന്റെ ലീല ഇവിടെ ഇതാ ഗോകുല ലീല. അതാണ് ആദ്യത്തെ ഭാഗം. അത് കഴിഞ്ഞാൽ അടുത്ത ലീല, ഇങ്ങനെ പറയുക. അപ്പോൾ ഭഗവാന്റെ ലീല ഇവിടെ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷം കംസന് കപ്പം കൊടുക്കാനായിട്ട് നന്ദഗോപര് പോകുന്നതും ആ സമയത്ത് അവരുടെ സൗഹൃദം, വസുദേവരുടെയും നന്ദഗോപരുടെയും സൗഹൃദം നമുക്ക് കാണാൻ സാധിക്കും. പരസ്പരം ആശ്വസിപ്പിക്കുന്ന രംഗം. അതായത് നന്ദഗോപര് വസുദേവരോട് പറയുന്നു, നിനക്കുണ്ടായ ഉണ്ണി, ആ ഉണ്ണികളൊക്കെ നശിച്ചു. അതിനുശേഷം ഒരു മകളുണ്ടായി, ആ മകളും ഇതാ യാത്രയായി എന്നൊക്കെ പറഞ്ഞ് സാരില്ല എന്നൊക്കെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങൾ. ഇങ്ങനെ ആ സമയത്ത് വസുദേവർ നന്ദഗോപരോട് പറയുന്നു, എൻ്റെ ഉണ്ണി അവിടെ ഉണ്ടല്ലോ എന്നാ. അങ്ങയെ അച്ഛനായി കരുതിക്കൊണ്ട് എൻ്റെ ഉണ്ണി അവിടെ ഉണ്ടല്ലോ എന്നാണ് അവിടെ വസുദേവർ ചോദിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു മിത്രസംഭാഷണവും. അതിനുശേഷം ഇനി ഇവിടെ അധികം നിൽക്കേണ്ട, കാരണം ചില കെടുതികൾ നന്ദഗോകുലത്തിൽ കാണാനുണ്ട് എന്ന ആ ഒരു നന്ദഗോപരോടുള്ള വസുദേവരുടെ വാക്ക് കേട്ട് നന്ദഃപഥിവജശൗരേർന്ന മൃഷേതി വിചിന്തയൻ ഹരിം ജഗാമശരണം ഉത്പാദാഗമശങ്കിത. വസുദേവരുടെ വാക്കുകൾ ഒരിക്കലും മിഥ്യയാവില്ല എന്നറിയുന്ന നന്ദഗോപര് കെടുതികളുണ്ടാവുമെന്ന ഭീതിയോട് കൂടിയിട്ട് ഇനി എന്തേ വേണ്ടതെന്ന് ചോദിച്ചാൽ ഹരിം ജഗാമശരണം, ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാനെ, എൻ്റെ ഉണ്ണിക്ക് ഒന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ നന്ദഗോപര് തിരിച്ചു വരുന്ന രംഗം. തൻ്റെ ആ നന്ദാലയത്തിൽ കിടക്കുന്നത് ആരാ? സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ തന്നെയാണ് നന്ദഗോപർ സ്മരിക്കുന്നത്, എൻ്റെ ഉണ്ണിയെ രക്ഷിക്കണേ. അതിമനോഹരങ്ങളായിരിക്കുന്ന ഭാഗങ്ങൾ മറ്റു കാവ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ ഭഗവാനെ മാത്രം ആരാധിച്ചുകൊണ്ട് എത്തിച്ചേരാനുള്ള ത്വരയാണ് നമുക്ക് കാണുന്നത് പൂതനാമോക്ഷത്തിൻ്റെ ആദ്യ ഭാഗത്ത്. ആ സമയത്താണ് കംസേന പ്രഹിത, കംസനാൽ അയക്കപ്പെട്ട പൂതന ബാലഘാതിനി. അതായത് മനുഷ്യരുടെ ദുഃഖം എങ്ങനെയാണോ രൂപമെടുത്തു വന്നത് അതുപോലെയുള്ളവളാണ് പൂതന എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുകുമാരകവി പറയും അത്. അതായത് മനുഷ്യന്മാരുടെ ദുഃഖം ഒരു രൂപമെടുത്തു വന്നാൽ അതുപോലെയാണ് പൂതന. അങ്ങനെയുള്ള ആ ബാലഘാതിനി ശിശുംശ്ചാര നിഘ്നന്തി പുരഗ്രാമവ്രജാദിഷു, എല്ലായിടത്തും നടന്നുകൊണ്ട് ഈ പറഞ്ഞ 10 ദിവസം പ്രായമുള്ള കുട്ടികളൊക്കെ കൊന്നുകളയുക. ഇതാണ് അവളുടെ ജോലി ഇപ്പോഴും. ഭാഗവതം പറയണോ, തൻ്റെ കർമ്മങ്ങൾ നിരതരായിരിക്കുന്ന ജനങ്ങൾ എവിടെയാണോ നാരായണനാമം കേൾക്കാത്തത്, ഭഗവാന്റെ മംഗളകരങ്ങളായിരിക്കുന്ന നാമങ്ങളെ കേട്ടില്ലെങ്കിൽ അവിടെയാണ് ബാധകൾ ഉണ്ടാവുക. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കർമ്മങ്ങളോടൊപ്പം ഗുരുവായൂരപ്പൻ്റെ നാമങ്ങളെ പാടാനും കേൾക്കാനുമുള്ള ഒരു സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ അവിടെ ചില ആപത്തുകളൊക്കെ ഉണ്ടാവും. ഇതുപോലുള്ള ആപത്തുകളൊക്കെ വരും. അപ്പോൾ നന്ദഗോകുലത്തിലോ ഭഗവാന്റെ നാമങ്ങൾ ഇല്ലേന്നാണെങ്കിൽ ആ പൂതനയ്ക്ക് നന്ദഗോകുലത്തിൽ എന്ത് ചെയ്യാനാണ് സാധിക്കുക എന്ന ഒരു രീതിയിൽ നമുക്ക് തോന്നണം. അതായത് ഇങ്ങനെ ദോഷങ്ങൾ മാത്രം ചെയ്തു നടക്കുന്ന പൂതനയ്ക്ക് നന്ദഗോകുലത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ബോധമാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ അതിമനോഹരിയായിരിക്കുന്ന ആ പൂതന ഇവിടെ ഭാഗവതം പറയുന്നത് യോഷിത്വാ മായയാത്മാനം, മായയാ ആത്മാനം യോഷിത്വാ. ആ യോഷിത്വ എന്ന പദത്തിന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അർത്ഥമുണ്ട്. യോഷിതം കരോതി എന്ന അർത്ഥമാണ് അവിടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താ യോഷിതം കരോതി എന്ന്? സുന്ദരിയാക്കി ചമച്ചു എന്നാണ് പറയുന്നത്. അതായത് തൻ്റെ ശരിയായ രൂപം മാറ്റി അവിടെ തന്നെ സുന്ദരിയാക്കി ചമച്ചുകൊണ്ടാണ് അവിടെ ഗോപിത്വ എന്നൊരർത്ഥം
ശ്രീധരാചാര്യർ വ്യാഖ്യാനിക്കണോ, യോഷിത്വ ഗോപിത്വ ആത്മാനം ഗോപിത്വ, തൻ്റെ ആ ശരിയായ സ്വരൂപത്തെ അങ്ങ് മറച്ചു വെച്ചുകൊണ്ട് സുന്ദരിയാക്കി ചമച്ചുകൊണ്ടാണ് പൂതന ആ നന്ദഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നത്. അവൾ എങ്ങനെയുള്ളവളാണ്? കാമചാരിണീ, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ സാധിക്കുന്നവളാണവൾ. അങ്ങനെയുള്ള ആ സുന്ദരിയായിരിക്കുന്ന പൂതനയെ കണ്ട സമയത്ത് അമംസത അംഭോജകരേണ രൂപിണീം ഗോപ്യശ്രിയം ദൃഷ്ടുമിവാഗതാം പതിം. അമംസത, കരുതി. ആ ഗോപന്മാരും ഗോപികമാരൊക്കെ കരുതി എന്താണ്? തൻ്റെ കയ്യിൽ താമരയും പിടിച്ചുകൊണ്ട് ഭർത്താവിനെ കാണാൻ വന്ന ലക്ഷ്മി ദേവിയാണോ എന്ന് സംശയിച്ചു എല്ലാവരും. ഇതാ മാറു ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ണിയെ കാണാൻ എന്ന മട്ടിൽ എല്ലാവരും അങ്ങനെ കരുതിയെന്നാണ്. ആ സമയത്താണ് ഭഗവാനൊന്ന് കണ്ണടച്ചു. കാരണം എന്താ? വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം, ബാലന്മാരെയൊക്കെ നശിപ്പിക്കണ അവളെ മനസ്സിലാക്കിയ ആ ചരാചര ആത്മാ. വളരെ ശ്രദ്ധിക്കേണ്ട പദാത്. ഈ പ്രപഞ്ചത്തിലുള്ള ചലിക്കുന്നതിൻ്റെയും ചലിക്കാത്തതിൻ്റെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, അതുകൊണ്ടാണ് കൃഷ്ണാവതാര സമയത്ത് വിഷ്ണു സർവഗുഹാശയ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സർവ്വതിൻ്റെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ചരാചര ആത്മാസനീലിതേക്ഷണ. അങ്ങനെ കണ്ണടച്ചു. പക്ഷേ പൂതനെ ഇപ്പോൾ കണ്ടതെങ്ങനെയാണ് ഭഗവാനെ? ഭസി ആഹിതം അഗ്നിം ഇവ. ഭസ്മം കൊണ്ട് മറയ്ക്കപ്പെട്ട അഗ്നി എങ്ങനെയോ അതുപോലെയാണ് ഈ പൂതന ഭഗവാനെ കണ്ടത്. അതായത് അഗ്നി ജ്വലിക്കല്ല ചെയ്തത്. നമ്മൾ പറയേണ്ട ചാരം മൂടിക്കിടക്കണ അഗ്നിയെ പോലെയാണ് കണ്ടതേ. അത് മാത്രമല്ല, മറ്റൊരു രസമെന്ന് പറയുന്നത്, സാധാരണയായിട്ട് എല്ലാവരും രജ്ജുസർപ്പന്യായാ പറയുക. കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ച, സർപ്പത്തെ കയറായിട്ട് തോന്നിയിട്ടാണ് എടുത്ത് മടിയിലിരുത്തിയതേ. സാധാരണ തിരിച്ച വേദാന്ന് പറയുക, പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണെന്നർത്ഥം. സർപ്പത്തെ പാമ്പിനെ കയറായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് ശരിയായ സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല പൂതനയ്ക്ക്. അങ്ങനെയാണ് തസ്മിൻ സ്തനം ദുർജര വീര്യമുൽബണം ഘോരാംഗമാദായ ശിശോർദദാവധ ഗാഢം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തത് പ്രാണൈ സമം രോഷസമന്വിതോ പിബൻ പാഞ്ചജന്യമിവ പൂതനാസ്തനം പാണിപല്ലവയുഗേന പീഡയൻ ആനനേന മധുശത്രുരാന്തരാനാദതേ സതു തതസ്സമീരണാൻ. അതായത് പൂതന ആ ഭഗവാനെ ഘോര, അവിടെ നല്ല വിശേഷമാണ്, ഘോരാംഗമാദായ ശിശോർദദാവധ. ആ ഘോരയായിരിക്കുന്ന പൂതന ശിശുവിന് വിഷം പുരട്ടി അമിഞ്ഞു കൊടുത്ത സമയത്ത് പ്രാണനോടുകൂടി ഭഗവാൻ വലിച്ചെടുത്തു എന്നാണ്. അതാ നേരത്തെ പാടിയത്. ഭഗവാന് തോന്നിയതോ ആ പൂതനയുടെ അമ്മിഞ്ഞ കണ്ട സമയത്ത് പാഞ്ചജന്യമിവ പൂതനാസ്തനം, എൻ്റെ പാഞ്ചജന്യം ഇവിടെ ആരാ കൊണ്ടുവച്ചത് എന്ന് തോന്നിയതാണ് ഭഗവാന് പൂതനയുടെ അമ്മിഞ്ഞ കണ്ട സമയത്ത്. എന്നാൽ പിന്നെ എന്താ വേണ്ടത്? പാഞ്ചജന്യം കിട്ടിയ വിളിക്കന്നെ. അങ്ങോട്ട് പിടിച്ചു, ഒന്നങ്ങോട്ട് വലിച്ചു. അതോടുകൂടി മുഞ്ചാലമിതി പ്രഭാഷിണി, മുഞ്ച വിടൂ എന്നിങ്ങനെ കേൾക്കണ്ടേ? ആ അലർച്ചയങ്ങോട്ട് കൂടി അവസാനം ശരിയായ രൂപം ധരിച്ചുകൊണ്ട് മറിഞ്ഞു വീഴുന്ന ആ പൂതനയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മർമ്മങ്ങളൊക്കെ ഭഗവാൻ അങ്ങോട്ട് പീഡിപ്പിച്ചു എന്നാണ്. മർമ്മങ്ങളെന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രാണൻ സ്ഥിതി ചെയ്യുന്നതൊക്കെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നത്. മർമ്മങ്ങളിലാണ് പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മർമ്മങ്ങളെ ഭഗവാൻ പീഡിപ്പിച്ചു വരുമ്പോൾ ആ പ്രാണനെ ഭഗവാൻ വലിച്ചെടുത്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നിശാചരീത്ഥം വ്യതിതസ്തനാവ്യസുർവ്യാദായ കേശാംശ്ചരണൗ ഭുജാവപി, അങ്ങനെ ആ വലിയ കൈകളും ആ കാലുകളൊക്കെ കൂടിയിട്ട് അങ്ങനെ മറിഞ്ഞു വീഴുന്ന ആ പൂതനയുടെ വീഴ്ചയുടെ ശബ്ദം കേട്ട് ഓടി വന്നു എല്ലാവരും. ആ സമയത്ത് ഭഗവാൻ എവിടെയാണെന്നായി നോക്കലേ. നോക്കുമ്പോഴേക്കും പൂതനയുടെ മാറിടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ട സമയത്ത് ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹു ജാതസംഭ്രമാ, സംഭ്രമത്തോടു കൂടിയിട്ട് ഭഗവാനെ എടുത്ത്
രക്ഷാം വിദധിതേ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി. ഭഗവാനെ ബാലരക്ഷയെ ചെയ്യുന്ന ഭാഗം. ഭഗവാനെ കൊണ്ടുവന്നു, അവിടുന്ന് പശുവിൻ്റെ മൂത്രത്തിലൊന്ന് കുളിപ്പിച്ചു, ഭസ്മം തൊടിയിച്ചു, പശുവിൻ്റെ വാലുകൊണ്ടിങ്ങനെ ചുറ്റിച്ചു ഭഗവാനെ ഒന്ന്. എന്നിട്ട് വേണ്ട രീതിയിൽ രക്ഷയെ ചെയ്തു ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് തന്നെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ബാലരക്ഷാ മന്ത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവ്യാദജോഘ്രിമണിമാസ്തവ ജാന്വധോരോ യജ്ഞോച്യുത കടിതടം ജഠരം ഹയാസ്യ ഹൃക്കേശവസ്തുതുര ഈശൈനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമൈശ്വരഃ കം എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ബാലരക്ഷാ മന്ത്രത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊരു ഉപാസനാ മാർഗമാണ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ പറയാൻ കാരണം ഭാഗവതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയ ഒരാളേ ഉള്ളൂ നമ്മൾ പറയാറുണ്ട്, ശ്രീധരോ വേത്തി. ശ്രീധരാചാര്യർ പറയുന്നു, അംഘ്രിയാദൗ ഏകസ്മിൻ അംഗേ അജാദ്യൈകൈകം ബീജം, അജാതിയായ ഏകൈകം ബീജം ന്യസ്യ ബാലസ്യ തഥാ അകുർവത എന്നാണ് ശ്രീധരാചാര്യയുടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് ബാലൻ്റെ ഓരോ അംഗങ്ങളിലായിട്ട് അജാതിയായിരിക്കുന്ന ഏകൈകം ബീജം, ഇവിടെ ബീജത്തെ ന്യസിച്ചു എന്നാണ് ആചാര്യൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് വിസ്തരിച്ച് തോഷിണി എന്ന് പറയുന്നൊരു വ്യാഖ്യാനമുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്. ആ തോഷിണി വ്യാഖ്യാനത്തിലാണ് ഈ മന്ത്രത്തെ എങ്ങനെയാണ് ബീജന്യാസമായിട്ട് കാണിച്ചു തന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഒന്ന് പറയാം, അത് ചേർത്താൽ നമുക്കൊരു ചെറിയ പഠനവും കൂടിയാവും ഭാഗവതത്തിൻ്റെ തോന്നുന്നു. അവിടെ പറയുന്നത് അം നമഃ പാദയോഹോ, അം നമഃ പാദയോഹോ, അതായത് പാദങ്ങളിൽ അം എന്ന ന്യാസത്തെ ചെയ്യണം. അവ്യാത് അജഹ അംഘ്രിഹി, അജഹ, അജഹ എന്നതിൻ്റെ ബീജമായി അം എന്ന് തുടങ്ങുന്നു. അം നമഃ പാദയോഹോ. അടുത്തത് മം നമ ജാനുനോഹോ, മം എന്ന് തൊട്ടുകൊണ്ട് മൻ എന്ന് നസിച്ചുകൊണ്ട് മുട്ടുകളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുക. അവ്യാദജോഘ്രി മണിമാൻ തവ ജാനു, മണിമാൻ. മണിമാൻ എന്ന് പറഞ്ഞാൽ മണിയെ ധരിച്ചവൻ, കൗസ്തുഭരത്നത്തെ ധരിച്ചവൻ. അപ്പോൾ കൗസ്തുഭരത്നം ധരിച്ചിരിക്കുന്ന ഭഗവാൻ നിൻ്റെ മുട്ടിനെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അജഹ എന്നതുകൊണ്ട് അം നമഃ പാദയോഹോ, മണിമാൻ, മം നമഃ ജാനുനോഹോ. ഇനി യം നമ ഊർവോഹോ, യം എന്ന ബീജം ന്യസിച്ചുകൊണ്ടാണ് ഊരുക്കളെ രക്ഷിക്കേണ്ടതെന്ന് വ്യാഖ്യാനം പറയുന്നു. ഇവിടെയും നമുക്ക് കാണാം ഊരു യജ്ഞഃ, യ എന്ന നാമത്തിൽ തുടങ്ങിയത് യജ്ഞഃ, യജ്ഞൻ എന്ന ഭഗവത് സ്വരൂപം നിൻ്റെ ഊരുക്കളെ രക്ഷിക്കണേ. അപ്പോൾ ഗോപികമാർ ചൊല്ലുന്ന ഈ ബാലരക്ഷാ മന്ത്രം ഉപാസനയാണ്, ഒരു ഉപാസനാ മാർഗമാണ് എന്ന് മനസ്സിലാക്കണം. അവ്യാദയോഘ്രി മണിമാസ്തവ ജാന്വധോരോ യജ്ഞഃ അച്യുത കടിതടം, അച്യുത കടിതടം അം നമഃ കട്യോഹോ. അവിടെ അച്യുത എന്നതിനെ അം എന്നതുകൊണ്ടെടുത്തു. നിൻ്റെ കടിതടത്തെ അരക്കെട്ടിനെ അച്യുതൻ രക്ഷിക്കണേ. അച്യുത എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്ത ഭഗവാൻ എന്ന് പറയണം. ജഠരം ഹയാസ്യഃ, ജഠരം ഹയാസ്യഃ ഹം നമ ഉദരേ, ഹയാസ്യഃ എന്നതിൻ്റെ ബീജം ഹം നമ ഉദരേ. ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹൃത്കേശവസ്തുതുര ഈശൈനസ്തു കണ്ഠം, ഹൃത്കേശവഃ കം നമഃ ഹൃദയേ, ഹൃത് കേശവഃ, കേശവൻ ഹൃദയത്തെ രക്ഷിക്കണേ. അതിനുശേഷം ഈം നമ അംസേ, തോള് മാറിടം, ഇത് രണ്ടും കൂടി ഈശ ഇനസ്തു, അവിടെ നമുക്ക് കാണാം ഈശ ഇനസ്തു കണ്ഠം ത്വതുര ഈശ, നിൻ്റെ മാറിടത്തെ ഈശൻ
ഇനഹ തു കണ്ഠം. ഇനഹ സൂര്യദേവൻ എന്ത് ചെയ്യണം? നിൻ്റെ കണ്ഠത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വെച്ചു. ഇം നമ കണ്ഠേ. കണ്ടോ, ഓരോന്നും ബീജമന്ത്രത്തിൻ്റെ. അതുകൊണ്ടാണ് അഘ്രിയാദൗ ഏകൈകസ്മിൻ അംഗേ അജാദ്യേകൈകം ബീജം എന്ന് ശ്രീധരാചാര്യർ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുപോലെ വിഷ്ണുഹോ ഭുജം, നിൻ്റെ ഭുജത്തെ വിഷ്ണു രക്ഷിക്കട്ടെ. വിം നമ ഭുജയോഹോ. ഇതാണ് അവിടെയുള്ള ബീജന്യാസം. മുഖമുരുക്രമഃ. നമോ മുഖേ. ഉരുക്രമഃ നമ മുഖേ. അതിനുശേഷം ഈശ്വരഃ കം. ഈം നമ മൂർധനി. അപ്പോൾ ഈ നാമങ്ങളുടെയൊക്കെ ആദ്യത്തെ വർണ്ണം വെച്ചാണ് സാധാരണയായിട്ട് പണ്ട് ബീജന്യാസം ചെയ്തുകൊണ്ട് രക്ഷയെ ചെയ്യുന്നത്. ആ ഒരു ഭാവം തന്നെയാണ് ഗോപികമാർ ഭഗവാനെ ബാലരക്ഷാ മന്ത്രം കൊണ്ട് പ്രാർത്ഥിച്ചത്. വളരെ നോക്കൂ, ഭാഗവതം എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഗോപികമാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഒക്കെ ഗോപികമാർക്ക് അറിയാം എന്നല്ലേ ഇപ്പോൾ കാണുന്നത്. അവ്യാദജോഘ്രിമണിമാസ്തവ ജാന്വധൂരു യജ്ഞോച്യുതഃ കടിതടം ജഠരം ഹയസ്യ ഹൃക്കേശവസ്തുരയീശൈനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം ചക്രീ അഗ്രതഃ. ചക്രീ, ചക്രായുധധാരിയായിരിക്കുന്ന ഭഗവാനിൻ്റെ മുന്നിലെ രക്ഷിക്കണേ. അതിനുശേഷം ഹരിരസ്തു സഹഗതോ ഹരിരസ്തു പശ്ചാത്. ഗതയോടുകൂടിയ ആ ഹരി നിൻ്റെ പിൻഭാഗത്തെ രക്ഷിക്കണേ. ത്വത്പാർശ്വയോഹോ, നിൻ്റെ രണ്ട് ഭാഗങ്ങളെ. ധനുസ്സിനെ ധരിച്ച മധുരിപൂവായിരിക്കുന്ന ഭഗവാനും അതുപോലെ വാളിനെ ധരിച്ച അജനനായിരിക്കുന്ന ഭഗവാനും രക്ഷിക്കണേ. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഭഗവാൻ മാത്രമേ രക്ഷിക്കാനുള്ളൂ. സപ്തമസ്കന്ധത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രഹ്ലാദ ചരിതത്തിലത്. അപ്പോൾ നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ട രക്ഷയെ ഇതാ കാണിച്ചു തരുന്നു ശ്രീമദ് ഭാഗവതം. കോണേഷു ശംഖ ഉരുകായ. കോണേഷു ശംഖ ധരിച്ച കീർത്തിമാനായിരിക്കുന്ന ഭഗവാൻ. ഉപര്യുപേന്ദ്ര. ഉപരി ഉപേന്ദ്ര, ഉപേന്ദ്രനായിരിക്കുന്ന ഭഗവാൻ നിൻ്റെ മേളിനെ രക്ഷിക്കണേ. താക്ഷ്യഹക്ഷിതൗ, ഗരുഡൻ നിൻ്റെ ആ കാൽഭാഗത്ത് രക്ഷിക്കണേ. ഹലധര പുരുഷ സമന്താത്, ആ ഹലത്തെ ധരിച്ച കലപ്പയെ ധരിച്ചിട്ട് ഭഗവാൻ നിൻ്റെ ചുറ്റിനെ രക്ഷിക്കണേ. ഇന്ദ്രിയാണി ഹൃഷീകേശ, നിൻ്റെ ഇന്ദ്രിയങ്ങളെ ഹൃഷീകേശൻ രക്ഷിക്കണേ. പ്രാണാൻ നാരായണോവതു, നിൻ്റെ പ്രാണങ്ങളെ നാരായണൻ രക്ഷിക്കണേ. ശ്വേതദ്വീപപതിശ്ചിത്തം, നിൻ്റെ ചിത്തത്തെ ശ്വേതദ്വീപതിയായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണേ. മനോ യോഗേശ്വര അവതു, നിൻ്റെ മനസ്സിനെ യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണേ. പ്രശ്നിഗർഭസ്തുതേ ബുദ്ധി, നിൻ്റെ ബുദ്ധിയെ പ്രശ്നിഗർഭൻ രക്ഷിക്കണേ. അതുപോലെ ആത്മാനം ഭഗവാൻ പരഹ, ആ പരപുരുഷനായിരിക്കുന്ന ഭഗവാൻ നിൻ്റെ ആത്മാവിനെ രക്ഷിക്കണേ. ക്രീഡന്തം പാദ ഗോവിന്ദ, നീ കളിക്കുന്ന സമയത്ത് അപകടം വരുന്ന സമയത്ത് ആ ഗോവിന്ദനായിരിക്കുന്ന ഭഗവാൻ. ശയാനം പാതു മാധവ, നീ കിടക്കുന്ന സമയത്ത് മാധവൻ രക്ഷിക്കണേ. ഇങ്ങനെ ഓരോന്നായിട്ട് പറയണം. വ്രജന്തം അവ്യാത വൈകുണ്ഠ, നീ സഞ്ചരിക്കുന്ന സമയത്ത് വൈകുണ്ഠനായിരിക്കുന്ന ഭഗവാൻ. ആസീനം ത്വാം ശ്രിയഃപതി, നീ ഇരിക്കുന്ന സമയത്ത് ആ ശ്രീയഃപതിയായിരിക്കുന്ന ശ്രീപതിയായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണേ. പുഞ്ചാനം യജ്ഞഭുക്പാദോ സർവഗ്രഹഭയങ്കര, എല്ലാത്തിനെയും പേടിപ്പിച്ചു നിൽക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ, യജ്ഞഭുക്കായിരിക്കുന്ന ഭഗവാൻ, നിൻ്റെ ഭക്ഷണവിഷം അല്ലെങ്കിൽ ഭക്ഷണദോഷം വരുന്ന സമയത്ത് രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ബാലന്മാരെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ദ്രോഹിക്കണ കുറേ ബാധകളുണ്ട്. ദാഗിന്യോ യാതുധാന്യശ്ചാകുഷ്മാണ്ഡായർഭഗ്രഹാ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായക കോടരാരേവതി ജ്യേഷ്ഠാ പൂതനാ മാതൃഗാദയ ഉന്മാദാഹ്യേഹപസ്മാര ദേഹപ്രാണേന്ദ്രിയദ്രുഹ. സ്വപ്നദ്രഷ്ട, സ്വപ്നത്തിൽ കാണുന്നത്. അതുപോലെ എല്ലാ കെടുതികളെയും എന്തു ചെയ്യണം? എല്ലാം നശിക്കണം. സർവേ നശ്യന്തു തേ വിഷ്ണോ നാമഗ്രഹണഭീരവ. ഭഗവാന്റെ നാമത്തെ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. അതാണ് ഭഗവാന്റെ നാമത്തിൻ്റെ മഹത്വം. അപ്പോൾ അങ്ങനെയുള്ള ഈയൊരു ബാലരക്ഷ, ഇതാണ് ഗോപികമാർ ഭഗവാന് ചെയ്തത്.
അപ്പോൾ ഇങ്ങനെയുള്ള ബാലരക്ഷാമന്ത്രത്തിൻ്റെ മഹത്വം ഒന്ന് ഈ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ യശോദാദേവി തൻ്റെ മടിയിലേക്ക് ആ ഉണ്ണിയെ കിടത്തി വേണ്ട രീതിയിൽ അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന രംഗമൊക്കെ കാണാൻ സാധിക്കും. ആ സമയത്ത് നന്ദാദികൾ മധുരയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് വലിയ രൂപം കാണുന്നതും അത് കലേവരം പരശുഭീച്ഛിത്വ, വലിയ കോടാലി കൊണ്ട് ആ പൂതനയുടെ ശരീരം വെട്ടി ദഹിപ്പിച്ച സമയത്ത് ശവം കത്തുന്ന നാറ്റല്ല ഉണ്ടായത്, അതിന് പകരം കടധൂമസ്യ സൗരഭ്യം, നല്ല ചന്ദനവും അകിലുമൊക്കെ കത്തുമ്പോഴുണ്ടാവുന്ന അതിസുഗന്ധമാണ്. എന്തൊരത്ഭുതമാണെന്ന് ചിന്തിച്ചു എന്നാണ് നന്ദാദികൾ. കാരണം ഒരു വലിയ ശവശരീരം കത്തിയിട്ടും അതിൽ നിന്നുണ്ടായത് സുഗന്ധം. അപ്പോൾ എന്താണ് ഈ സുഗന്ധത്തിന് കാരണമെന്ന് ചോദിച്ചാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നമുക്ക് പറഞ്ഞു തരും. മദംഗസംഗസ്യ ഫലം ന ദൂരേ, എന്നോട് ചേർന്നാലുള്ള ഫലം ദൂരെയല്ല, ക്ഷണേന താവത് ഭവതാമപി സ്യാത്, നിങ്ങൾക്കും ഗോപന്മാരെ നിങ്ങൾക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാക്കിത്തരും. ഇങ്ങനെ ഒരു ബോധത്തെ നൽകാൻ വേണ്ടിയിട്ടല്ലേ പൂതനയെ സുഗന്ധിയാക്കി ചെയ്തത് ഭഗവാനെ എന്ന് മേൽപ്പത്തൂർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ പൂതനയ്ക്ക് പോലും ജനനീഗതിം, ജനനിയുടെ സ്ഥാനം, അതായത് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ രത്നമാല എന്ന് പറയുന്ന മഹാബലിയുടെ മകളാണ് ഈ പൂതനയായിട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ വാമനമൂർത്തിക്ക് അമിഞ്ഞപ്പാൽ കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയും അതിനെക്കുറിച്ച്. അങ്ങനെയുള്ള ആ രത്നമാലയ്ക്ക് കൊടുത്ത അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇവിടെ ജനനീഗതിം എന്ന് പറഞ്ഞു വെച്ചത് എന്ന് കാണാം. അപ്പോൾ യാതുധാന്യപി സാ സ്വർഗം അവാപ ജനനീഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീരാ കിമു ഗാവോനുമാതര. ഭഗവാൻ ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദങ്ങളെയാണോ എല്ലാവരും നമസ്കരിക്കുന്നത്, ആ പാതാരവിന്ദങ്ങളെ കൊണ്ട് ചവിട്ടിക്കേറിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്, ആ പൂതനയുടെ അമ്മിഞ്ഞ് കുടിച്ചതേ. അങ്ങനെയുള്ള പൂതനയ്ക്ക് ജനനീഗതി, അമ്മയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയുള്ള പശുക്കൾക്ക് ഗോപികമാർക്കൊക്കെ ഭഗവാൻ എന്തു കൊടുക്കില്ല? ഇതാണ് ഭാഗവതം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗ്യം അവിടെയുള്ള ഗോകുലത്തിലെ എല്ലാവർക്കും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഭഗവാൻ ദേവകീപുത്ര കൈവല്യാദ്യഖിലപ്രദ, എല്ലാ നന്മകളും തരാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ അമ്മിഞ്ഞ കൊടുത്ത അമ്മമാർക്ക് ഒരിക്കലും ഈ അജ്ഞാനത്തിൽ നിന്നുണ്ടായ സംസാര ദുഃഖം ഭഗവാൻ കൊടുക്കില്ലല്ലോ. അപ്പോൾ ഭഗവാനെ നമ്മൾ നെഞ്ചേറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്കും സംസാര ദുഃഖം ഉണ്ടാവില്ല, ഈ ഒരു സംസാര ബന്ധനം ഉണ്ടാവില്ല എന്ന് ഇവിടെ ശ്രീമദ് ഭാഗവതം കാട്ടിത്തരുന്നു. അതിനുശേഷം ഭഗവാന്റെ പക്കപ്പിറന്നാളിൻ്റെ സമയത്ത് ശകടാസുരൻ, അതായത് ഉത്കചൻ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ, അങ്ങനെയുള്ള ശകടാസുരൻ ശകടത്തിലേറി ഭഗവാനെ നശിപ്പിക്കാൻ വരുന്നതും ആ സമയത്ത് ഭഗവാൻ കരഞ്ഞുകൊണ്ട് കാലുയർത്തി ശകടാസുരൻ നിഗ്രഹിക്കുന്നത് വിപരിവൃത്യ പപാത പഹീതലേ പടുതരധ്വനി പൂരിത ദിങ്മുഖം എന്നൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് മുകളിലോട്ട് ഉയർന്ന ശകടം അങ്ങനെ കറങ്ങിയിട്ട് വീണതേ. അങ്ങനെയുള്ള ആ ശകടാസുരൻ്റെ നിഗ്രഹം ആ സമയത്ത് എങ്ങനെയാണ് ഈ ശകടം വീണതെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഉണ്ണികളൊക്കെ പറഞ്ഞു, രുദദാനേന പാദേന ക്ഷിപ്തമേതെന്ന സംശയ. ഈ കണ്ണൻ കരഞ്ഞുകൊണ്ട് ചവിട്ടിയപ്പോഴാണ് ഈ ശകടം പൊട്ടിയതേ. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല ഈ ബാലവാക്യം എന്ന് ഇവിടെ പറഞ്ഞു വെച്ചു. ബാലഭാഷിതം ഇത്യുത, ഇത് കുട്ടികൾ പറയണതല്ലേ, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടാണ് മട്ടിൽ അവിടെ ആരും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്ന ഭാഗം. മറ്റൊരു ദിവസം ഭഗവാനെ മടിയിലിരുത്തി അമ്മിഞ്ഞ കൊടുക്കുന്ന സമയത്ത് ഭഗവാന് അത്യധികം ഭാരമുള്ളതായിട്ട് തോന്നി യശോദാമ്മയ്ക്ക്. അവിടെ താഴെ കിടത്തിയ സമയത്താണ് തൃണാവർത്തൻ്റെ വരവും ഭഗവാനെ അങ്ങോട്ട് കോരിയെടുത്തുകൊണ്ട് ആകാശത്തേക്ക് യാത്രയായതും പിന്നീട് ഭാരം കൂടുന്നു തോന്നിയപ്പോൾ താഴേക്ക് എറിയാൻ നോക്കിയതും. പക്ഷേ
ഭഗവാനെ പിടിച്ചാൽ പിന്നെ ഭഗവാൻ വിടുവോ നമ്മളെ? ഇല്ല. അങ്ങനെ തൃണാവർത്തനും മോക്ഷം കൊടുക്കുന്ന ആ ഭാഗവുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. ഇങ്ങനെ ഒരു ദിവസം അമ്മയായിരിക്കുന്ന യശോദ ഭഗവാൻ അമ്മിഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ഒന്ന് കോട്ടുവായിട്ടത്. ആ സമയത്ത് ഖം രോദസി ജ്യോതിരനീകമാശാഹ സൂര്യേന്ദുവന്യശ്വസനാംബുധീംശ്ച ദ്വീപാന്നഗാൻ തദ്ദുഹിതൃർവനാനി ഭൂതാനി യാനി സ്ഥിരജംഗമാനി. ആ യശോദാമ്മ ഭഗവാന്റെ മുഖത്ത് കണ്ട ലോകം, ആകാശവും മറ്റ് ഗോളങ്ങളും ദിക്കുകളും സൂര്യനും ചന്ദ്രനും അഗ്നിയും അംബുധീംശ്ച സമുദ്രങ്ങൾ, ദ്വീപാൻ ദ്വീപുകൾ, നഗാൻ പർവ്വതങ്ങൾ, തദ്ദുഹിതൃഹ് പർവ്വതങ്ങളുടെ മക്കൾ പെൺമക്കൾ, അതായത് നദികളെ കണ്ടു, വനങ്ങളെ ഇങ്ങനെ സർവ്വതും ആ ഭഗവാന്റെ മുഖത്ത് കണ്ട് അത്ഭുതപ്പെടുന്ന രംഗം. അതായത് നമുക്കറിയാം ഭഗവാൻ തന്നെയാണ് വിശ്വം. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നാമത്തെ നാമം വിശ്വം. വിശതീതി വിശ്വം തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് എന്നൊക്കെ നമുക്ക് വേദാന്തം പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആ ഭഗവാന് നാമകരണം ചെയ്യേണ്ട സമയമായി എന്ന് മനസ്സിലായ സമയത്താണ് അവിടത്തേക്ക് ഗർഗമഹർഷി എത്തിച്ചേരുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗർഗപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ വ്രജം ജഗാമനന്ദസ്യ വസുദേവപ്രചോദിതഃ. വസുദേവനാ പറഞ്ഞത്, ഗർഗമഹർഷിയെ ആ ഉണ്ണികൾക്ക് പേരിടാനായിട്ടോ. അങ്ങനെയാണ് ഗർഗമഹർഷി എവിടത്തേക്ക് എത്തിച്ചേരുന്നത്. ആ സമയത്ത് വളരെ സന്തോഷമായി നന്ദഗോപർക്ക് പറഞ്ഞു, അങ്ങ് തന്നെയാണ് ബ്രാഹ്മണ ശ്രേഷ്ഠനായിരിക്കുന്നത്, അങ്ങ് തന്നെയാണ് എൻ്റെ ഉണ്ണികൾക്ക് നാമകരണം ചെയ്യാൻ യോഗ്യനായിരിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഗർഗമഹർഷി പറഞ്ഞു, ഞാൻ യാദവന്മാരുടെ ആചാര്യനല്ലേ, ഈ ഉണ്ണികൾക്ക് പേരിട്ടാൽ അവിടെ കംസൻ അറിയും. ഗർഗമഹർഷി നന്ദഗോപരുടെ ഗോകുലത്തിൽ പോയിട്ട് 2 ഉണ്ണികൾക്ക് പേരിട്ടിട്ടുണ്ട്, ഇനി അതായിരിക്കുമോ ദേവകിയുടെ മകൻ എന്നൊക്കെ ചിന്തിക്കില്ലേ എന്നാണെങ്കിൽ ഇവിടെ പറയണു, അലക്ഷിതഃ അസ്മിൻ രഹസി മാമകൈരവിഗോവ്രജേ. അലക്ഷിതഃ രഹസ്യമായിട്ട് പേരിടുക. അയാൾ രഹസ്യമായിട്ട് ഭഗവാന്റെ പേരിടാനായിട്ട് തയ്യാറായി. അവിടെ കാലിത്തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ വേണ്ട പൂജാവിധികളൊക്കെ ചെയ്ത് ഭഗവാന്റെ നാമകരണത്തെ ചെയ്യാൻ ആരംഭിച്ചു. ആദ്യം ആ രോഹിണീപുത്രനെയാണ് ഗർഗമഹർഷി തൻ്റെ കയ്യിലേക്കെടുത്തത്. എന്തെന്നില്ലാത്ത ആനന്ദത്തിലാണിപ്പോൾ ഗർഗമഹർഷി. കാരണം ഈ ലോകനാഥന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, അവർക്ക് പേരിടാൻ സാധിക്കുമോ നമുക്ക്? ഇല്ലേ, ഭഗവാന്റെ നാമങ്ങളെ നമുക്ക് ചൊല്ലിയാൽ തീരുമോ? ഇല്ല. എങ്കിലും ഗർഗമഹർഷി പറഞ്ഞു, അയം ഹി രോഹിണീപുത്ര. ഈ രോഹിണീപുത്രൻ രമയൻ സുഹൃദോ ഗുണൈഹി, എല്ലാവരെയും ഗുണങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ആഖ്യാസ്യത്തെ രാമ ഇതി, ഇവന് രാമൻ എന്ന പേര്, രമയതീതി രാമ എന്ന് നമ്മൾ പറയും. അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ. അല്ലെങ്കിൽ മറ്റൊരർത്ഥം ആചാര്യസ്വാമികൾ പറയും, രമന്തേ അസ്മിൻ യോഗിനഃ ഇതി രാമഃ. യോഗീശ്വരന്മാർ ഏതൊരു ഭഗവാനിലേക്ക് എത്തിയിട്ടാണോ ആനന്ദം അനുഭവിക്കുന്നവർ, അത് രാമൻ. അപ്പോൾ രമന്തേ അസ്മിൻ യോഗിനഃ ഇതി രാമ, അല്ലെങ്കിൽ രമയതീതി രാമ. ഇവിടെ ഗർഗമഹർഷി ആദ്യത്തെ അർത്ഥമേ പറഞ്ഞുള്ളൂ കേട്ടോ, രമയതീതി രാമ എന്നേ പറഞ്ഞു കൊടുത്തുള്ളൂ. മറ്റർത്ഥം പറഞ്ഞില്ല. കാരണം ലോകനാഥനാണിതെന്ന് ബോധം ഉണ്ടാവേണ്ട, അതുകൊണ്ടാണ്. അങ്ങനെ അതിനുശേഷം പറഞ്ഞു, ഇവിടെ വേറെ നിൽക്കുന്ന യാദവന്മാരെയൊക്കെ ഒന്നിച്ചു ചേർക്കുന്നത് കൊണ്ട് സംകർഷണ, ഇവന് മറ്റൊരു പേരും കൂടിയുണ്ട്, സംകർഷണൻ. ബലാധിക്യാത് ബലം, അത്യധികം ബലശാലിയായിരിക്കുന്നുണ്ട് ബലൻ എന്ന് ഇദ്ദേഹത്തിന് പേര് എന്നിങ്ങനെ ആ ഉണ്ണിക്ക് അങ്ങോട്ട് പേരിട്ട് കൊടുത്തു. അങ്ങനെയാണ് ബലരാമസ്വാമിയുടെ നാമകരണം കഴിഞ്ഞത്. എന്നാൽ അടുത്ത ആളിങ്ങോട്ട് തരൂന്നായി. അങ്ങനെ ആ യശോദാനന്ദനനെ
തൻ്റെ കയ്യിലേക്ക് എടുത്തപ്പോഴേക്കും ഗർഗമഹർഷിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയാത്ത മട്ടായി എന്നാണ് ഭാഗവതം വായിച്ച മനസ്സിലാവുക. എന്തൊക്കെയാണ് പറയണത് നോക്കൂ. ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗൃണ്ണതോനുയുഗം തനോ. ഓരോ യുഗത്തിലും ഓരോ തരത്തിലുള്ള രൂപങ്ങൾ ധരിച്ചിട്ടുണ്ട് ഇവൻ എന്നൊക്കെ പറയാൻ ആരംഭിച്ചു. അതുകൊണ്ട് ഇവൻ പണ്ട് വസുദേവൻ്റെ മകനായിട്ടുണ്ട്, അതുകൊണ്ട് വാസുദേവൻ എന്ന് പേരുണ്ട്. അതുമാത്രമല്ല ബഹൂനി സന്ധി നാമാനി രൂപാണി ജസുതസ്യതേ. അല്ലയോ നന്ദഗോപരെ, അങ്ങയുടെ ഉണ്ണിക്ക് ബഹൂനി സന്ധി നാമാനി, എത്രയെത്ര നാമങ്ങളാണെന്നറിയോ, എത്രയെത്ര രൂപങ്ങളാണെന്നറിയോ. ഇപ്പോൾ എല്ലാം കൂടെ പുറത്തേക്ക് വരും തോന്നിയിട്ടുണ്ടല്ലേ നമുക്ക്. ഭഗവാൻ തന്നെയാണിതെന്ന് പറയും തോന്നിയിട്ടുണ്ടേ. അപ്പോൾ അങ്ങയുടെ ഉണ്ണിയുടെ മഹത്വം എനിക്ക് തന്നെ പറയാൻ സാധിക്കില്ല എന്നാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് കൃഷ്ണ എന്ന പേര് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഭഗവാന്റെ ആ നാമകരണം കൃഷ്ണ എന്ന പേര് കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഈ കൃഷ്ണൻ എന്ന പദം ദേവകീ വസുദേവന്മാരുടെ മകനായിട്ട് ഭഗവാൻ അവതരിച്ച് അന്നാണോ ഉണ്ടായത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഗർഗമഹർഷി ഭഗവാന് ഈ നാമത്തെ ചെയ്തത് അന്ന് മുതലാണോ കൃഷ്ണൻ എന്ന പദം ഉണ്ടായത് എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ അല്ല. ആ പൊന്നുഗുരുവായൂരപ്പന് കൃഷ്ണൻ എന്ന ശബ്ദം എത്രയെത്രയോ കാലം മുതൽക്ക് തന്നെ ഉണ്ട്, അവയവാർത്ഥസ്വരൂപത്തിലുണ്ട്. അതാണ് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞത്, ആ സത്താനന്ദമായിരിക്കുന്ന സ്വരൂപമാണതേ. കൃഷിധാതു നകാരാഭ്യാം എന്നൊക്കെ നാരായണത്തിൽ പറഞ്ഞു തന്നു നമുക്ക്. ആ സത്താനന്ദം, ആനന്ദസ്വരൂപിയാണ് ഭഗവാൻ. പക്ഷേ മറ്റ് പുരാണങ്ങളും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ബ്രഹ്മവൈവർത്ത പുരാണം പോലുള്ള ഗ്രന്ഥങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ കൃഷ്ണ എന്ന ശബ്ദത്തിലെ ഓരോ വർണ്ണവും അർത്ഥവത്താണ്. നമ്മൾ സാധാരണയായിട്ട് ഏകാക്ഷരകോശം എന്ന് കേൾക്കാറുണ്ട്. ഒരൊറ്റ അക്ഷരം കൊണ്ടൊരു വലിയ അർത്ഥത്തെ സൂചിപ്പിക്കുക, അങ്ങനെയുള്ള ഒന്നാണ് ഏകാക്ഷരകോശം. അതുപോലെ ഈ കൃഷ്ണ എന്ന നാമം, അതിലെ ഓരോ വർണ്ണവും ഓരോ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് മറ്റ് പുരാണങ്ങൾ നമുക്ക് കാട്ടിത്തരുമ്പോൾ ആ കൃഷ്ണശബ്ദത്തിൻ്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണയായിട്ടൊന്ന് പറയും കൃഷിശ്ച സർവവചന. കൃഷ് എന്ന ഒരു സംസ്കൃത ധാതുവാണ്. ആ സംസ്കൃത ധാതുവിൻ്റെ അർത്ഥം സർവം എന്നാണ് അർത്ഥം. കൃഷിശ്ച സർവവചന നകാരശ്ച ആത്മവാചക. ന എന്ന് പറഞ്ഞ ആത്മാവ്, ആത്മസ്വരൂപം. അപ്പോൾ ആ നകാരം പിന്നീട് വ്യാകരണ നിയമം കൊണ്ട് നകാരമായി മാറുന്നതാണ് കൃഷിന. അപ്പോൾ കൃഷിന എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിശ്ച സർവവചന നകാരശ്ചാത്മവാചക. സർവത്തിൻ്റെയും ആത്മാവ്, സർവാത്മാ ച പരം ബ്രഹ്മ തേന കൃഷ്ണ പ്രകീർത്തിത. സർവാത്മാവായിരിക്കുന്ന, സർവത്തിൻ്റെയും ആത്മസ്വരൂപിയായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപിയാണ് കൃഷ്ണൻ എന്ന് കൃഷ്ണ എന്ന ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണോ? ഒന്ന് അർത്ഥം. രണ്ട്, കൃഷിശ്ച സർവവചന. കൃഷ് എന്ന ധാതുവിന് സർവം എന്നർത്ഥം. നകാരശ്ചാദിവാചക. ന എന്ന് പറഞ്ഞാൽ ആദി, സർവത്തിൻ്റെയും ആദി. സർവാദി പുരുഷ, സർവത്തിൻ്റെയും ആദിയായിരിക്കുന്ന പുരുഷൻ. അതായത് സാഖ്യം എന്ന് പറയുന്ന ശാസ്ത്രം ഏത് പുരുഷനെയാണോ പ്രകീർത്തിക്കുന്നത് ആ പുരുഷസ്വരൂപിയാണ് ഭഗവാൻ. സർവാത്മാ പുരുഷ വ്യാപി തേന കൃഷ്ണ പ്രകീർത്തിത. അങ്ങനെയാണ് കൃഷ്ണൻ എന്ന ശബ്ദത്തെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വതുമെന്ന് മറ്റ് ഗ്രന്ഥങ്ങളിത് നമുക്ക് പറഞ്ഞു തരണു. ഇനി വീണ്ടും കൃഷിരുത്കൃഷ്ടവചന നശ്ച സദ്ഭക്തിവാചക. കൃഷ് എന്നതിന് ഉത്കൃഷ്ട, ഏറ്റവും ശ്രേഷ്ഠം എന്നൊരർത്ഥം പറയുന്നുണ്ട്. നകാര, ആ നാ എന്നതിനോ ഭക്തിവാചക, ഭക്തി എന്നർത്ഥം. അതുകൊണ്ട് ആരാണോ ഭക്തിയെ ദാനം ചെയ്യുന്നത്, ഉത്കൃഷ്ടമായ ഭക്തിയെ പ്രദാനം ചെയ്യുന്നവനാണ് കൃഷ്ണൻ എന്ന് മൂന്നാമത്തെ അർത്ഥം കൃഷ്ണശബ്ദത്തിന്. നാലാമത്തെ അർത്ഥം കൃഷിശ്ച പരമാനന്ദേ. ഇതാണ് മേൽപ്പത്തൂരെടുത്തത്. കൃഷിധാതുവിന് പരമാനന്ദം എന്നൊരർത്ഥം.
നശ്ച തദ്ദാസ്യകർമ്മണി. നകാരഹ എന്ന ദാസ്യം, അതായത് പരമാനന്ദത്തെ ദാനം ചെയ്യുന്നവൻ. ഏതൊരു ഭഗവാനാണോ, ഏതൊരു പൊന്നു ഗുരുവായൂരപ്പനാണോ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത്, അതുകൊണ്ട് കൃഷ്ണ എന്ന പദം അവിടെ യോജിക്കണു എന്ന് വീണ്ടും പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ എത്രയെത്ര പാപങ്ങളെ കൂട്ടിവെച്ചാലും അത് മുഴുവൻ ഇല്ലാണ്ടാക്കുന്നവൻ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി നിർവാണത്തെ പ്രദാനം ചെയ്യണം. നശ്ച നിർവാണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിർവാണത്തെ പ്രദാനം ചെയ്യുന്നവനാണ് കൃഷ്ണൻ എന്ന് മറ്റൊരർത്ഥം നമുക്ക് കാണാം. കൃഷി മോക്ഷാർത്ഥവചന. കൃഷി എന്ന ധാതുവിന് മോക്ഷം എന്നൊരർത്ഥം. നയേവോത്കൃഷ്ടവാചക, നകാരത്തിന് ഉത്കൃഷ്ടം എന്നൊരർത്ഥം. അകാരോ ധാതൃവചന. കൃഷീണ് അകാര ധാതൃവചന. ഉത്കൃഷ്ടമായിരിക്കുന്ന മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൻ ആരോ അവൻ കൃഷ്ണൻ എന്ന് അടുത്ത അർത്ഥം. അടുത്തത് കൃഷിശ്ച സർവവചന. കൃഷി എന്ന സംസ്കൃത ശബ്ദത്തിന് സർവമെന്നർത്ഥം. നകാരോ ബീജവാചക. സർവത്തിൻ്റെയും ബീജം, ഈ പ്രപഞ്ചത്തിലെ സർവത്തിൻ്റെയും ബീജമേതെന്ന് ചോദിച്ചാൽ അതൊന്നു മാത്രമാണ്, പൊന്നു ഗുരുവായൂരപ്പൻ മാത്രമാണ്. അതിൽ നിന്നാണ്, അതുകൊണ്ടാണ് ജന്മാദ്യസ്യ യതോന്വയാത് എന്ന് ഭാഗവതം ആരംഭിച്ചത്. എതിൽ നിന്നാണോ, അല്ലെങ്കിൽ യതോവായിമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി എന്ന് ഉപനിഷത്ത് പറഞ്ഞു വെച്ചത്. അങ്ങനെയുള്ള ആ സർവത്തിൻ്റെയും ബീജമായിരിക്കുന്ന ഒരു ആൽ വിത്തിൽ നിന്നും ആൽ മുളച്ചു വരുന്നത് പോലെ ഭഗവാനിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള സർവത്തിൻ്റെയും സ്രഷ്ടാവാണ് ഭഗവാൻ എന്ന് ഇവിടെ കൃഷ്ണശബ്ദത്തിൻ്റെ അർത്ഥം പറഞ്ഞു വെക്കണു. സർവേഷാം തേജസാം രാശി. എല്ലാ തേജസ്സുകളുടെയും സമൂഹമാണ് ഭഗവാൻ. സർവമൂർത്തസ്വരൂപക. സർവസ്വരൂപനാണ് ഭഗവാൻ. സർവാധാര. സർവത്തിൻ്റെയും ആധാരമാണ് ഭഗവാൻ. സർവബീജ. സർവത്തിൻ്റെയും ബീജമാണ് ഭഗവാൻ. തസ്മാത് കൃഷ്ണപ്രകീർത്തിത, അല്ലെങ്കിൽ തേന കൃഷ്ണ ഇതി സ്മൃത. അതുകൊണ്ട് കൃഷ്ണൻ എന്ന പദം അവിടെ യുക്തമാണ് എന്ന് നമുക്ക് മറ്റു പുരാണങ്ങൾ പറഞ്ഞു തരുന്നു. മറ്റൊന്ന് കൃഷിർ നിർവാണവാചക. നിർവാണം എന്ന അർത്ഥമാണ് കൃഷിധാതുവിനുള്ളത്. നകാരോ മോക്ഷയേവച. ന എന്നതിന് മോക്ഷം. അകാരോ ധാതൃവചന. അകാരം ദാതാവ് എന്നർത്ഥം. സർവമോക്ഷ അല്ലെങ്കിൽ സർവ നിർവാണത്തിൻ്റെ ദാതാവ്, നമുക്ക് ആ മുക്തിയെ തരുന്നത് മുകുന്ദ എന്ന അർത്ഥത്തെ പ്രതിപാദിക്കണ വചനമാണ് ആ കൃഷ്ണ എന്ന ശബ്ദം എന്ന് പറയണം. കൃഷിർ നിശ്ചേഷ്ടവചന, അതായത് ചേഷ്ടാരഹിതം എന്ന അർത്ഥത്തിൽ കൃഷിധാതുവിനർത്ഥം. നകാരോ ഭക്തിവാചക. നകാരത്തിന് ഭക്തി എന്നർത്ഥം. അതായത് ഇളക്കമില്ലാത്ത ഭക്തിയെ പ്രദാനം ചെയ്യുന്നവനാണ് ശ്രീകൃഷ്ണൻ എന്നൊരർത്ഥം. ബ്രഹ്മണോ വാചകക്കോയം. ക എന്ന ശബ്ദത്തിന് ബ്രഹ്മാവ് എന്നർത്ഥം. ഋകാരോനന്ദവാചക. അനന്ത എന്നർത്ഥമാണ് ഋകാരം എന്നതിനുള്ളത്. ശിവസ്യ വാചക ഷശ്ച. ഷ എന്ന ശബ്ദത്തിന് ശിവ എന്നർത്ഥം. നകാരോ ധർമ്മവാചക. ന എന്ന ധർമ്മം എന്നർത്ഥം. അകാരോ വിഷ്ണുവചന. ഓരോന്നിനും അർത്ഥം പറയാണ് ഇവിടെ. അവസാനം പറഞ്ഞു അകാരോ വിഷ്ണോർവചന. നരനാരായണാർത്ഥസ്യ വിസർഗ. കൃഷ്ണ വിസർഗമുണ്ട് അവിടെ. ആ വിസർഗം എന്താ? ഒന്ന് നരനും ഒന്ന് നാരായണനും. അതുകൊണ്ട് സർവ്വതും കൃഷ്ണൻമയമാണ്. ഈ പ്രപഞ്ചത്തിൽ സർവ്വതും കൃഷ്ണനാണ് എന്ന് ആ കൃഷ്ണശബ്ദത്തിനർത്ഥം നമുക്ക് കാണാൻ സാധിക്കണം. ഇങ്ങനെ എത്രയെത്ര അർത്ഥങ്ങളാണ് കൃഷ്ണശബ്ദത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത് മറ്റു പുരാണങ്ങളിൽ എന്ന് നമ്മൾ അറിയുമ്പോൾ, ഈ കൃഷ്ണ എന്ന ശബ്ദത്തെ ഭഗവാന് ഗർഗമഹർഷി ദാനം ചെയ്തത് എന്തുകൊണ്ടാണ്? വേറൊരു ശബ്ദമില്ല കൊടുക്കാൻ. വേറെ എന്ത് ശബ്ദമാണ് കൊടുക്കുക പൊന്നു ഗുരുവായൂരപ്പന്? ആലോചിച്ച് നോക്കൂ. ഇത്രയേറെ അർത്ഥവ്യാപ്തിയുള്ള ഒരു ശബ്ദമാണ് കൃഷ്ണ. ഈ പ്രപഞ്ചത്തിൻ്റെ നാരായവേരാര് ഭഗവാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വതിൻ്റെയും ഭക്തിയെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്നതാര് ഭഗവാൻ. അപ്പോൾ ഭഗവാന് കൃഷ്ണ എന്നല്ലാതെ മറ്റെന്ത് പേരാ കൊടുക്കുക? അതുകൊണ്ടാണ് ഗർഗമഹർഷി കൃഷ്ണ എന്ന ശബ്ദം ആ ഭഗവാന് പ്രദാനം ചെയ്തതെന്നറിയണം. അപ്പോൾ ഇത്രയേറെ അർത്ഥവ്യാപ്തി ആ കൃഷ്ണശബ്ദത്തിനുണ്ട്. അതുകൊണ്ട് കേവലം
ഒരർത്ഥം മാത്രമല്ല. മേൽപ്പത്തൂർ പറയും ഒരർത്ഥം, പക്ഷേ ആ ഒരർത്ഥം മാത്രമല്ല കൃഷ്ണശബ്ദത്തിനുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അനുസന്ധാനം ചെയ്യുമ്പോഴാണ്, ആ നാമത്തെ അനുസന്ധാനം ചെയ്യുമ്പോഴാണ് പരമ്പൊരുൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഗവതത്തിൻ്റെ അന്തസത്ത എന്താണ്, അല്ലെങ്കിൽ ഭാഗവതത്തിലൂടെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ഭാഗവതത്തിൻ്റെ ഉക്തിയുടെ മഹത്വം എന്ത്, അല്ലെങ്കിൽ വിഷ്ണു സർവഗുഹാശയ എന്ന് പറയാനുള്ള കാരണം എന്ത്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഉലൂഖല ബന്ധനത്തിൽ സർവത്തിൻ്റെയും ആദിയാണെന്നും സർവത്തിൻ്റെയും സാക്ഷിയാണെന്നും സർവ്വതും ഭഗവാനാണെന്നും ആ കുബേരപുത്രന്മാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണമെന്താണെന്നും ഒക്കെ മനസ്സിലാവുന്നത് ഈ കൃഷ്ണശബ്ദത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെയാണ്. അതാണ് കൃഷ്ണ എന്ന ആ പേരിൻ്റെ മഹത്വം. അതുകൊണ്ട് ഗർഗമഹർഷി പറഞ്ഞു നാരായണ സമോ ഗുണൈഹി എന്നേ പറഞ്ഞു വെച്ചുള്ളൂ കേട്ടോ. നാരായണ എന്ന് പറയാൻ പുറപ്പെട്ടതാണെന്നൊക്കെ പറയാറുണ്ട് ആചാര്യന്മാർ. പക്ഷേ ആ സമയത്ത് ഭഗവാൻ ഗർഗമഹർഷി താടി പിടിച്ചു വലിച്ചു എന്നൊക്കെ മറ്റു കഥകളൊക്കെ കേട്ടു. ഭാഗവതത്തിലില്ല, എങ്കിലും താടിയൊക്കെ ഒന്ന് പിടിച്ചു വലിച്ചു. എന്താ ഇങ്ങനെ ഗർഗ, വേണ്ടാത്തത് പറയരുത്, ഞാൻ ആരാണെന്ന് പറയാൻ സമയമായിട്ടില്ല എന്നൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭാഗവതത്തിലില്ല. എങ്കിലും അതുകൊണ്ട് എന്താ പറഞ്ഞത്, നാരായണ സമഹ, ഇവൻ നാരായണൻ സമനാണ്, അതുകൊണ്ട് വേണ്ട രീതിയിൽ കാത്തുരക്ഷിച്ചോളൂ നന്ദഗോപരെ, നിങ്ങളെല്ലാവരും ദുഃഖം ഇല്ലാതെയാവും. നിങ്ങളൊക്കെ എല്ലാ ദുഃഖങ്ങളെയും തീർത്ത് ആ ഭഗവത് പ്രാപ്തിയെ ഉണ്ടാവാൻ സാധിക്കും ഈയൊരു കൃഷ്ണ അനുസന്ധാനത്തിലൂടെ, കൃഷ്ണ സേവനത്തിലൂടെ എന്ന് ഭാഗവതം ഇവിടെ നന്ദഗോപർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്കും പറഞ്ഞു തരുന്നു. ഭഗവാനെ അനുസന്ധാനം ചെയ്യൂ, ഭഗവാന്റെ നാമങ്ങളെ കീർത്തിക്കൂ, എപ്പോഴും ഭഗവാനെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കൂ, എന്നാൽ ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും നമുക്കുണ്ടാവില്ല എന്ന് ആ ഭാഗവതത്തിൻ്റെ ഉദ്ഘോഷം നമുക്കിവിടെ കേൾക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ആ ഭഗവാന് നാമകരണം ചെയ്ത്, ബലരാമസ്വാമിക്ക് നാമകരണം ചെയ്ത് ഗർഗമഹർഷി യാത്രയാവുന്ന ആ രംഗമാണ് ഇവിടെ അനുസ്മരിച്ചത്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ അടുത്ത പ്രഭാഷണ ഭാഗത്തിലാണ് കേൾക്കുക. ഭഗവാന്റെ ബാലലീല, ഇത്രയും നേരം ഈ ഭഗവാന്റെ കഥകളെ പറയാൻ സാധിച്ച ഭാഗ്യം അനുസ്മരിച്ചുകൊണ്ട് സർവ്വതും ഗുരുനാഥൻ്റെ പാദത്തിൽ ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കണു.